ഇന്ന് നമ്മൾ വയനാടേക്ക് ഫാമിലി ആയിട്ട് പോവാണ്. അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത്. ഒരു ഡേക്കാ പോകുന്നെങ്കിലും ഈ ബാഗും 75 ഡ്രസ്സും എനിക്ക് നിർബന്ധം. പിന്നെ ഇതാ എന്റെ ഈ ട്രൈപ്പോഡും ഇതിനെ കൂട്ടാനൊരിടത്ത് പോകുന്നതിന് കാലിക്കാനാവില്ല. അത്രക്കാണ് നമ്മളെ ബന്ധം. എങ്ങനെയല്ലോ വീണിട്ട് ടൂർ ആയോണ്ടും വയനാടായോണ്ട് വേത്തു എന്നുള്ള പേടിയുള്ളതുകൊണ്ടും ഒരു സെക്കൻഡ് പോലെ വേസ്റ്റ് ആണ് നമ്മൾ പരിപാടിയിലേക്ക് കടന്ന്. നിങ്ങൾ വിചാരിക്കാൻ എനിക്ക് ഡാൻസ് മാത്രം അറിയും, ബട്ട് നോ ഗൈസ്, എനിക്ക് പാടാനും അറിയാം. പഠിച്ചവൻ എല്ലാ കഴിവും കൂടി എനിക്ക് തന്നു. എന്താ ചെയ്യാലേ? നീ ഇപ്പൊ ഞാൻ കളത്രം പറയുന്നതെന്ന് വിചാരിക്കുന്ന ഒരു കേക്ക്. എങ്ങനെയുണ്ട്? ഇങ്ങനെ കേട്ടൊക്കെ നല്ല രസമുണ്ടല്ലേ? കുറച്ചു നേരം പാടുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പാടുന്നുണ്ടോ ഇവരുടെയും പോവാത്തെന്നല്ല ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്നേരം ഇങ്ങനെ ഒരു ഷോപ്പാണെന്ന്. എന്നാൽ പിന്നെ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ട് ലേസ് വാങ്ങി. ബട്ട് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഗൈസ്, ഇത് നമ്മൾ പാട്ട് നിർത്താനുള്ള ബാക്കിയുള്ള ആൾക്കാർ ഒരു ട്രിക്ക് ആയിരുന്നു. ബട്ട് ഇതെല്ലാം കൊണ്ട് നമ്മൾ തളരുവോ? നോ. എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ബർത്ത്ഡേ ആണ് ഒരു കേക്ക് വാങ്ങി. അപ്പോഴാണ് ഈ ഷോപ്പ് കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഇത് വാങ്ങിയിട്ട് ഒരു സേഫ്റ്റിക്ക് ഞാൻ എന്റെ കൈമ തന്നെ പിടിച്ച്. പിന്നെ ഇതായതു ഇത് കിട്ടിയാൽ പിന്നെ ഇതിങ്ങനെ തിന്നാൻ പാടുള്ളൂ, അത് മസ്റ്റ് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ റിസോർട്ട് എത്തി. ഇതെല്ലാം നമ്മുടെ സാധനം. വന്ന പാടിനെ ഫുൾ ഒന്ന് ചുറ്റി കാണാന്ന് വിചാരിച്ച് അതിന്റെ ഇടയ്ക്കൊന്ന് വീകാനും പോയി. അന്നേരം പിന്നെ എക്സ്പ്ലോറിങ് ചെറുതായിട്ട് നിർത്തി. ഇത് എന്റെ റൂം, ഇതാ വെൽക്കം ഡ്രിങ്ക്. എന്റെ മുഖം നോക്കുമ്പോൾ തന്നെ അറിയില്ലേ, ഒരു രസമില്ല. അത് ഡ്രിങ്കിന്റെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമാണ്. കാരണം ഞാൻ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കൂല. അപ്പൊ ബാക്കി കഴിഞ്ഞിക്കില്ല, ബാക്കി നെക്സ്റ്റ് പാട്ടിൽ. അതുവരെ ബൈ.